പ്രണയമണി തൂവൽ അവസാന ഭാഗം. രചന ഷാനിബ നിയാസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. മുത്തശ്ശി അവൾ കുഴമ്പ് തേച്ചൊക്കെ ഏൽപ്പിച്ചിട്ട് പോയതാണ്. അമ്മ ചക്കിയെ നോക്കി കണ്ണു കാണിച്ചു. രണ്ടാളും പതിയെ ആ റൂം വിട്ടിറങ്ങി. പക്ഷെ അബി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ അവർ ഇറങ്ങിപ്പോകുന്ന ദേവ കണ്ടിരുന്നു. പക്ഷെ താഴെ ഇരിക്കുന്നവന്റെ കല്ലിച്ച മുഖം കാണെ ഒന്നും പറയാനും വയ്യ. അവൻ മെല്ലെ തന്റെ കൈവളയിൽ പിടിച്ച ആ കാലിന്റെ ചുവന്ന ഭാഗത്തുനിന്ന് തലോടി. അവളൊന്ന് എരിവലിച്ചുകൊണ്ട് കാലൊന്ന് ഇളക്കിക്കൊണ്ട് അവന്റെ ഷർട്ടിൽ പിടിച്ചു. അവൻ ആ കാലിലേക്ക് പതിയെ ഊതി. അവന്റെ ശ്വാസം തന്റെ കാലിലേക്ക് ഇറങ്ങുന്ന അനുഭൂതിയിൽ ദേവ കണ്ണൊന്ന് ഇറുക്കി അടച്ചു. അറിയാതെ അവളുടെ മുഖത്തേക്ക് നോക്കിപ്പോയ അബിയുടെ ഹൃദയമിടിപ്പും കൂടിപ്പോയി. കണ്ണുകൾ രണ്ടും മുറുക്കി അടച്ച് തന്റെ നെഞ്ചിലായി മുറുകെ പിടിച്ചിരിക്കുകയാണ്. നെഞ്ചിൽ തൂങ്ങിയാടുന്ന ആ താലിൽ അബിയെന്ന് എഴുതിയത് ശ്രദ്ധിച്ച് എന്തിനെന്നറിയാതെ മനസ്സ് നിറഞ്ഞ് കവിയുന്ന അവൻ തിരിച്ചറിഞ്ഞു. പക്ഷെ പെട്ടെന്ന് എന്തൊക്കെയോ വന്ന ഓർമ്മയിൽ തലകുടഞ്ഞാണ്ട് ആ കാലൊന്ന് പിടിച്ച് തിരിച്ചു. അച്ഛാ! അവളൊന്ന് നിലവിളിച്ച്. ഇല്ല, കഴിഞ്ഞു. അവൻ വേഗം കയ്യിലുണ്ടായിരുന്ന അവളുടെ കാല് പതിയെ നിലത്തേക്ക് വെച്ചു. ദേവാ, കഴിഞ്ഞു. പിന്നെ അമ്മ വെച്ചിട്ട് പോയി കുഴമ്പെടുത്ത് കാലുകൾ പതിയെ തേച്ച് കൊടുത്തു. ഇനി പേടിക്കണ്ട, മാറിക്കോളൂ കേട്ടോ. അവൻ മടക്കി കുത്തിയ തുണി അഴിച്ചിട്ടുണ്ട് പറഞ്ഞു. ഇതേ സമയം വാതിൽക്കരികിൽ നിന്ന് ഒളിഞ്ഞു നോക്കി അമ്മയും ചക്കിയും പരസ്പരം നോക്കി തംസപ്പ് കാണിച്ചു. അവൻ നോക്കുന്നുണ്ടെന്നറിഞ്ഞ് അവർ വേഗം അവിടുന്ന് ഉൾവരിഞ്ഞു. പിന്നെ ദേവ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതേയില്ല. അവൻ പോയിട്ട് അവന്റെ ശ്വാസച്ചൂട് തന്റെ കാലിലുണ്ടെന്ന് അവൾക്ക് തോന്നി. രാത്രി അമ്മയാണ് അവൾക്ക് ഭക്ഷണം കൊടുത്തത്. കിടക്കാനായി മുകളിലേക്ക് പോകുന്ന ആളെ വിലക്കാൻ ആ അമ്മയ്ക്ക് തോന്നിയില്ല. കാരണം അവന്റെ കൺമുമ്പിൽ തന്നെ അവൾ ഉണ്ടാവട്ടെ എന്ന് തോന്നി അവർക്കും. എല്ലാം കഴിഞ്ഞ് പതിയെ മുകളിലേക്ക് പോകാൻ നിന്ന അവളെ കയ്യിൽ കോരിയെടുത്ത് എല്ലാവരോടും ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് അബി മുകളിലേക്ക് കയറി. ടേബിളിനടുത്തായി ജഗ്ഗിൽ വെള്ളമെടുത്ത് കുടിക്കുന്ന അച്ഛൻ അത് കണ്ട് നെറുകയിൽ കയറി ചുമച്ചു. അടുത്തു നിന്നിരുന്ന ചക്കയും വാ പൊളിച്ചുകൊണ്ട് അച്ഛന്റെ തലയിൽ പതിയെ കൊട്ടിക്കൊടുത്തു. എന്നാൽ തന്നെ എടുത്തുകൊണ്ട് ഗോവണി കയറുന്നവന്റെ ഷർട്ടിലായി മുറുകെ പിടിച്ചുകൊണ്ട് അവൾ കണ്ണിമ വെട്ടാതെ അവനെ നോക്കി. റൂമിന്റെ വാതിൽ കാലുകൊണ്ട് ചവിട്ടി തുറന്ന് അവളെ അവൻ കട്ടിലേക്ക് ഇരുത്തി. തനിക്ക് പ്രശ്നമുണ്ടേ? അതിനവളൊന്ന് തലയാട്ടി. അവൻ വേഗം കബോർഡിൽ നിന്നൊരു ഡ്രസ്സ് എടുത്തുകൊണ്ട് അവൾ അതുപോലെ പൊക്കി ബാത്റൂമിലാക്കി. അവനിൽ നിന്നൊഴുകുന്ന വിയർപ്പ് കലർന്ന പെർഫ്യൂമിന്റെ ഗന്ധം അവളെ തളർത്തി കളഞ്ഞു. ഫ്രഷായിട്ടും പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു വെപ്രാളം അവളിൽ നിറഞ്ഞു. ഇനിയും അവനെ വിളിക്കാൻ മടിച്ചുകൊണ്ട് പതിയെ ബാത്റൂമിന്റെ വാതിൽ തുറന്നു. ഇനിയും ആ സാമീപ്യം തന്നെ വല്ലാതെ തളർത്തുമെന്ന് തോന്നിയതുകൊണ്ട് പറ്റും പോലെ പിടിച്ച് രണ്ടടി നടന്നു. പെട്ടെന്ന് അവളെ കണ്ടപ്പോൾ കയ്യിലെ ഫോൺ ബെഡിലേക്ക് ഇട്ടുകൊണ്ട് അവൻ ഓടിയെത്തി. അവളെ കോരിയെടുത്ത് ബെഡിലിരുത്തി. അവളെ ഇരുത്തിക്കൊണ്ട് നീവരാനാഞ്ഞ അവന്റെ ഷർട്ടിന്റെ ബട്ടണിൽ ആ താലിമാല കുടുങ്ങിപ്പോയി. അവൾ വേഗം അതിന്റെ മേൽ കൈവച്ചു. അപ്പോഴാണ് അബിയും ശ്രദ്ധിക്കുന്നത്. അവളെ നോയിക്കൊണ്ട് അവനത് പതിയെ വേർപ്പെടുത്തി കൊടുത്തു. ഞാനവിടെ കിടന്നോളാം, അവൾ സോഫയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. വേണ്ട, ഇനി മുതൽ താൻ ഇവിടെ കിടന്നു. ഇതിലിഷ്ടംപോലെ സ്പേസ് ഉണ്ടല്ലോ, പിന്നെന്താ? അത് വേണ്ട, ഞാൻ അവിടെ കിടന്നോളാം. അതെന്തിനാ നീ വയ്യാത്ത കാലും വെച്ച്? എനിക്ക് കുഴപ്പമില്ല, അബിയുടെ കൂടെ ഇവിടെ കിടക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞാനതിന് അവകാശമല്ല. എല്ലാത്തിലും കൈ കടത്തിയിട്ട് അവസാനം അതിലൊന്നും അർഹതയുണ്ടായില്ലെന്ന് തിരിച്ചറിയുന്ന നിമിഷം അത് വല്ലാത്ത വേദനയായിരിക്കും. ഇയാളെന്നെ പരിഗണിക്കുമ്പോൾ എനിക്ക് പേടിയാ. പിന്നെ മറ്റൊരാൾക്ക് അവകാശപ്പെട്ടതിനെയാണല്ലോ ഞാൻ. എന്തെങ്കിലും ആഗ്രഹം മനസ്സിൽ കയറിക്കൂടിയാൽ പിന്നെ അത് പിഴുതളയാൻ ബുദ്ധിമുട്ടായിരിക്കും, അതിലേറെ വേദനയാവും. അതുകൊണ്ട് അതൊന്നും വേണ്ട. അവൾക്ക് കണ്ണിൽ വെള്ളം നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അതിനി അവളോട് എന്ത് മറുപടി പറയണമെന്നറിയാതെ അബി ഒരു നിമിഷം നിന്നു. തന്നോട് എന്തെങ്കിലും അടുപ്പം കാണിച്ചാൽ പിന്നെ അത് ഓർത്ത് വേദനിക്കുമെന്ന് ഭയപ്പെടുന്നവൾ, തന്നെ സ്നേഹിച്ചു പോകുമോ എന്ന് പേടിക്കുന്നവൾ, എന്തിനെന്നറിയാതെ അവന്റെ ഉള്ളൊന്ന് വിങ്ങി. തന്റെ പെണ്ണാണ്, താൻ താലി കെട്ടിയവൾ, അച്ഛനും അമ്മയും കൂടെപ്പിറപ്പും തനിക്ക് ചൂണ്ടിക്കാണിച്ച് തന്നവൾ. അവർക്ക് തെറ്റിയിട്ടില്ല, പക്ഷേ തെറ്റുപറ്റിയതെല്ലാം തനിക്കാണ്. ആദ്യ രാത്രിയിൽ തന്നെ അഭയം തേടി വന്നവളെ ഹൃദയത്തിൽ നിന്ന് അകറ്റി. അവളത് കൃത്യമായി സൂക്ഷിച്ചു പോരുന്നുണ്ട്. അവൻ തലകുനിച്ചിരിക്കുന്ന അവളുടെ അടുത്തായി നിന്നുകൊണ്ട് അവളെ കയ്യിൽ വാരിയെടുത്തുകൊണ്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങി. അവിടെയുള്ള ചെയറിലായി ഇരുത്തി. ദേവ, എനിക്ക് തന്നോടൊന്ന് സംസാരിക്കണം. അവൾ എന്താണെന്ന അർത്ഥത്തിൽ തല ഉയർത്തി. നിനക്ക് ഓർമ്മയുണ്ടോ ഈ റൂമിലേക്ക് നീ വന്ന ആദ്യത്തെ ദിവസം? അന്ന് ഇവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിച്ച കാര്യങ്ങൾ. താൻ ഇതൊന്നും മറന്നിട്ടില്ലെന്ന് ഒരു മാസക്കാലം കൊണ്ട് തന്നെ എനിക്കറിയാം. പക്ഷേ ഞാൻ ചിലതെല്ലാം മറന്നു. നിന്നെ കാണുമ്പോൾ നിന്റെ സാമീപ്യം, അതൊക്കെ എന്നെ ചിലതെല്ലാം മറക്കാൻ പഠിപ്പിച്ചു. ഡു യു നോ ദേവ, ഞാനിപ്പോൾ എൻ്റെ ഭാര്യയെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. ദേവ കേട്ട് വിശ്വസിക്കാനാവാത്ത പോലെ ഒന്ന് വിറച്ചു. പിന്നെ അവൾ കാതറിൻ അന്ന് നിന്നോട് പറഞ്ഞെല്ലാം സത്യമായിരുന്നു. അവൾക്കൊരു മറുപടി തരാമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി നിന്റെ മനസ്സിലിട്ടുകൊണ്ട് അവൾക്കൊരു മറുപടി കൊടുക്കാൻ എനിക്ക് എളുപ്പമാണ്. പിന്നെ ഇനി നിന്നെയല്ലാതെ ഇനി ഈ സ്ഥാനത്തേക്ക് ആരെയും സങ്കല്പിക്കാൻ പോലും എനിക്ക് കഴിയില്ല. അതവളെ പറഞ്ഞ് മനസ്സിലാക്കിയായിരുന്നു ഞാൻ ഇത്രയും ദിവസം. അല്ലെങ്കിൽ അവളെ പോലെ പെൺകുട്ടിക്ക് ഇങ്ങനെയൊരു ലൈഫിനോട് താല്പര്യമില്ല. ജസ്റ്റ് എ ലിവിങ് ടുഗദർ. പക്ഷെ തൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് വരുന്ന അവൾ അച്ഛനും അമ്മയ്ക്കും മകളാവണം. അവൻ്റെ അനിയത്തിക്ക് നല്ലൊരു കൂട്ടുകാരിയാവണം. അതെല്ലാം ഞാൻ മനസ്സിലാക്കിയത് നിന്നിലൂടെയാണ്. അവരെല്ലാവരും കൂടി എന്നെ വിശ്വസിച്ചേൽപ്പിച്ച ഒരു നിധിയാണ് നീ. എൻ്റെ അമ്മയത് എന്നോട് പലതവണ പറയാതെ പറഞ്ഞിട്ടുണ്ട്. അവൻ തലയിരിച്ച് നോക്കി.
അവൾ കരയുന്നില്ലെങ്കിലും കണ്ണു നിറച്ച് നിൽക്കുന്നുണ്ട്. നീ എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ പറയില്ല, അതിനെനിക്ക് അർഹതയുമില്ല. അത്രമേൽ വാക്കുകൾ കൊണ്ട് നിന്നെ മുറിവേൽപ്പിച്ചവനാണ് ഞാൻ. സോ ടേക്ക് യുവർ ഓൺ ടൈം. പക്ഷെ എന്നോട് നിന്നെ പ്രണയിക്കരുതെന്ന് മാത്രം പറയരുത് പ്ലീസ്. നിന്നോട് ഇത് കുറച്ചായി പറയണമെന്ന് തോന്നിയിരുന്നു. ഇനി അടുത്ത ആഴ്ച ബാംഗ്ലൂരിൽ നിന്ന് അവരെല്ലാം വരും ഉത്സവം കൂടാൻ. കാതറിനും ഉണ്ടാവും. ഇനി മുതൽ നിന്നോളം വലുതല്ല എനിക്ക് അവരാരും. പിന്നെ ഇതിനോളം പ്രിയപ്പെട്ടൊന്നും ഇനി എൻ്റെ ലൈഫിൽ ഉണ്ടാവുകയില്ല. അവനവിടെ മാറിലായി കിടക്കുന്ന ആ താലി പൊക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. കുറച്ച് ദിവസങ്ങളായി നിന്നോട് ഇതൊന്നും പറയണമെന്നുണ്ടായിരുന്നു, ഇപ്പോഴത് സാധിച്ചു. അതും പറഞ്ഞ് ഞാൻ അവളെ കോരിയെടുത്ത് സോഫയിൽ തന്നെ കൊണ്ടുപോയി കിടത്തി. നീ ഇവിടെ തന്നെ കിടന്നാൽ മതി. എൻ്റെ പ്രണയം ആത്മാർത്ഥമാണെന്ന് എനിക്ക് മനസ്സിലാവും വരെ. അത് കഴിഞ്ഞാൽ നീയുണ്ടാവും ആ കട്ടിലിൻ്റെ ഒരറ്റത്ത്. എല്ലാം കഴിഞ്ഞ് എന്തെങ്കിലും ഈ ഉള്ളിൽ എന്നോടൊരു ഇഷ്ടമുണ്ടെങ്കിൽ അന്ന് മാത്രം നമുക്ക് ഒന്നായി ജീവിക്കാം. അതും പറഞ്ഞ് അവളെ കിടത്തിക്കൊണ്ട് വേറൊരു തലയിണ അവളുടെ കാൽഭാഗത്തായി വെച്ച്. ഇനി കിടന്നു, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. അതും പറഞ്ഞ് അവൻ തിരികെ ബാൽക്കണിയിലേക്ക് തന്നെ മടങ്ങി. ഇനി മുതൽ ഉത്സവകാലമാണ്. മുത്തശ്ശി അത് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. അന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴാണ് അബി എല്ലാവരും ബാംഗ്ലൂരിൽ നിന്ന് ഉത്സവം കൂടാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഇനി 2 ദിവസം കഴിഞ്ഞ് അവർ മടങ്ങിയുള്ളൂ എന്നും. അതിനെന്താ, അവർ വരട്ടെ, വൈകുന്നേരം പോയി ഞാൻ പിക്ക് ചെയ്ത് വരണം. എന്നാൽ അത് കേട്ട് അമ്മയും ചക്കയും ഞെട്ടിക്കൊണ്ടാണ് അവരെ നോക്കിയത്. ആ പുട്ടിഭൂതം ഉണ്ടാവും ഏട്ടാ കാതറിൻ? ഉണ്ടാവും. ചക്കി അതിനൊന്ന് പുച്ഛിച്ചു. അവൻ ദേവയെ നോക്കി ചിരിച്ചുകൊണ്ടാണ് ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റത്. മോനെ എന്ന് വിളിച്ച് അമ്മയും പിന്നാലെ പോയി. ആ മരഭൂതം ഉണ്ടത്രേ, ചക്കി പിറുവിറുത്തു. അതിന് നിനക്കെന്താ എത്ര ദേഷ്യം? ദേവ ഒന്നറിയാത്ത പോലെ അവളോട് ചോദിച്ചു. എനിക്കതിന് ഇഷ്ടമല്ല. ഏട്ടൻ്റെ കൂടെ ജീവിക്കാതെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഞങ്ങളെന്നോ ഞങ്ങളുടെ ഏട്ടൻ്റെ പെണ്ണായിട്ട് നിന്നെ തീരുമാനിച്ച. അതല്ലേ കിട്ടിയ ഗ്യാപ്പിൽ ഏട്ടനെ കൊണ്ട് നിന്നെ താലി കെട്ടിപ്പിച്ച്. അത് കേട്ടപ്പോൾ അവൾക്ക് അവൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളായിരുന്നു ഓർമ്മ വന്നത്. മോനെ അബി, അമ്മ പുറകെ ചെന്നു. എന്താമ്മേ? അതേ മോനെ, ദേവ നിന്റെ ഭാര്യ. കൂട്ടുകാർക്കിടയിൽ നീ അത് മറക്കരുത്. അതിനവൻ മനോഹരമായിട്ടൊന്ന് ചിരിച്ചു. എനിക്കറിയാമ. തിരിച്ചു കയറാൻ ഒരുങ്ങി അബി വേഗം പടികളിറങ്ങി വന്നു. അമ്മയുടെ കവിളിൽ അമർത്തി ചുംബിച്ചു. താങ്ക്സ്. എന്തിന്? അവളെപ്പോലെ ഒരുവളെ എനിക്ക് തന്നതിന്. നിങ്ങൾ എനിക്കായി തന്നതിന് മൂല്യം ഞാനിപ്പോൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതും പറഞ്ഞവൻ മേലേക്ക് പടികൾ കയറി. എന്നാൽ അവനിൽ നിന്ന് വന്ന വാക്കുകൾ കേട്ട് അവർ ചിരിച്ചുകൊണ്ട് ദേവയെ നോക്കി. അറിയാതെ ആ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. അന്ന് രാത്രിയോടെയാണ് അബി കൂട്ടുകാരുമായി വീട്ടിലേക്ക് വന്ന്. അവർ 4 പേരുണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ നടക്കുന്ന എന്തോ ഒരു ഈവന്റിന് നാട്ടിൻ പുറത്ത് ഉത്സവം ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നവർ. എബിയും മനസ്സും പിന്നെ ജെനിയും കാതറിനും. വണ്ടിയിൽ നിന്നിറങ്ങിയവർ അച്ഛൻ മുറ്റത്തേക്ക് ഇറങ്ങി സ്വീകരിച്ചു. ഹായ് ആൻറ്റി. ഹായ് ചക്കി. ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങി. അവരെല്ലാവരും ശ്രദ്ധിച്ച് ചക്കിയുടെ പിന്നിലായി നിൽക്കുന്ന ദേവനന്ദയിലായിരുന്നു. വരൂ. എല്ലാവരും സിറ്റൗട്ടിലേക്ക് കയറി. ഇതാണ് ദേവനന്ദ, മൈ വൈഫ്. അവനവളെ പരിചയപ്പെടുത്തി. ചക്കിയുടെ പിന്നിലായി മടിച്ചു നിൽക്കുന്നവൾ വലിച്ച് തൻ്റെ അടുത്തേക്ക് നിർത്തി. അവളുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ടാണ് അബി എല്ലാവരെയും അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. അവളെ കണ്ടപ്പോൾ കാതറിന്റെ കണ്ണുകളൊന്ന് വിടന്നു. അത്രമേൽ ഭംഗിയുള്ളവൾ, നാടൻ നൈർമല്യം. വരൂ, അകത്തോട്ടിരിക്കാം. അങ്കിൽ ഞങ്ങൾക്കിപ്പോൾ ഒന്ന് കിടക്കുകയാണ് വേണ്ടത്. എന്നാ ശരി, ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വന്നല്ലേ, നിങ്ങൾ വിശ്രമിച്ചോളൂ. ബാക്കി നമുക്ക് നാളെ സംസാരിക്കാം. കാതറിനും ജനിക്കും താഴെ റൂമാണ് കൊടുത്ത്. അനുസൂപിക്കും മേലെ റൂമിൽ. മേലെ എവിടെയാടാ? ഏറ്റവും അറ്റത്ത്. കയറി ചെല്ലുന്ന എൻ്റെ റൂമാ, അതിലേക്ക് നോക്കിയേ വേണ്ട. അതിനൊന്ന് അവർ ആക്കി ചിരിച്ചുകൊണ്ട് മുകളിലേക്ക് പടകൾ കയറി. എന്നാ മോള് പൊയ്ക്കോ. അമ്മ ദേവയെ മുകളിലേക്ക് പറഞ്ഞയച്ചു. റൂമിലെത്തിയപ്പോൾ അവൻ ടവലെടുത്ത് ബാത്റൂമിൽ കയറാനുള്ള ഒരുക്കത്തിലാണ്. നിന്റെ കാലിപ്പോൾ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ ദേവ. അവൻ അവളെ നോക്കിക്കൊണ്ട് വാതിൽ ലോക്ക് ചെയ്തു. ഇല്ല. അവളൊരു വിറയലോടെ പറഞ്ഞുകൊണ്ട് വേഗം ബാൽക്കണിയിലേക്ക് കടന്നു. ഇനി അവൻ ഫ്രഷ് ആയിട്ട് ഇറങ്ങും വരെ തൻ്റെ സ്ഥലം ഇവിടെയാണ്. അവൻ തൻ്റെ ലാപ്ടോപ്പും ഫോണും എടുത്ത് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവൾ വേഗം കിടക്കാൻ കയറുകയാണ് പതിവ്. പിറ്റേ ദിവസം ദേവ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അമ്മ കോഫി ഉണ്ടാക്കി വെച്ചിരുന്നു. അവൾ വേഗം അതൊരു ട്രേയിലേക്ക് എടുത്തു വെച്ച് എല്ലാവർക്കും കൊടുത്തു. ജെനിയും കാതറിനും കടന്നിരുന്ന റൂം ഒറ്റക്കൂട്ടിന് തന്നെ തുറന്നു. ചായയുമായി വന്നവൾ ഒരു നിമിഷം നോക്കി നിന്നു കാതറിൻ. അവൻ കെട്ടിയ താലി മാത്രമേ ആഭരണമായിട്ടുള്ളൂ. അത്രമേൽ ഭംഗിയേറിയ മുഖം. അവൾ ഒരു ചിരിയോടെ കാതറിന് നേരെ നീട്ടി. ജെനിക്ക് ഒരു കോഫി എടുത്തു കൊടുത്തു. രാവിലെ അമ്പലത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി നേരത്തെ എഴുന്നേൽക്കണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും ഇത്ര നേരത്തെ എഴുന്നേറ്റ് ഫ്രഷ് ആയിരിക്കുന്നത്. അവൾ ഒരു ചിരിയോടെ രണ്ടാളെയും നോക്കിക്കൊണ്ട് പുറത്തിറങ്ങി. കാതറിൻ, ഐ എം റിയലി സോറി. ഇങ്ങനൊരു റിലേഷൻ എനിക്ക് പറ്റില്ല. നൗ ഐ ലവ് മൈ വൈഫ്. അവളുടെ കൂടെ ലൈഫ് ലോങ് ജീവിക്കാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. സോ ലീവ് മീ പ്ലീസ്. കുറച്ച് ദിവസം മുമ്പ് അബി അവളോട് ഫോണിൽ പറഞ്ഞ വാക്കുകളാണ്. വിടർത്തിയിട്ട മുടിയുമായി തിരികെ പോകുന്നുള്ളത് നോക്കിക്കൊണ്ട് കാതറിൻ ഓർത്തു. മുകളിലുള്ളവർക്ക് കൊടുക്കണോ വേണ്ടിയോ എന്ന് ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് അവരെല്ലാവരും കൂടി താഴേക്ക് ഇറങ്ങി വന്ന് ട്രെയിൻ പിടിച്ച് നിൽക്കുന്ന ദേവയെ അവർ മുകളിൽ നിന്ന് തന്നെ കണ്ടിരുന്നു. എടാ, എന്തിനു വിട്ടിട്ടായിരുന്നു മച്ചാ നീ ആ സാഹിബും അവളെ കൂടെ ജീവിക്കാൻ തിരുന്ന്? ഷെയ്ം. എബിയാണ്. അതിന് അബി ചിരിച്ചുകൊണ്ട് പടിയിറങ്ങി. എല്ലാവർക്കും കോഫി കൊടുത്തുകൊണ്ട് അവൾ അവിടെ നിന്ന് പോയി. ഡാ അഭിമോനെ, നേരത്തെ ഇവൻ പറഞ്ഞാൽ എനിക്കും പറയാനുള്ളത്, ഈ പാവം പെണ്ണിനെ വിട്ട് ആ സായിപ്പും മോളെ കൂടെ ജീവിക്കാൻ അങ്ങനെ അങ്ങോട്ട് വന്നാലേ നിന്റെ കാലങ്ങൾ വിട്ടും. അവിടെ ഒരു ലിവിങ് ടുഗദർ. അവന് ചായ കുടിക്കുന്നതിനിടെ കാതറിനെ പൂച്ചിച്ചുകൊണ്ട് സ്വകാര്യം പോലെ പറഞ്ഞു. അബിക്ക് അത് കേട്ട് ചിരിയാണ് വന്നത്. എവിടെ എല്ലാവരും?
അവർ മറ്റുള്ളവർക്ക് വേണ്ടി തിരഞ്ഞു. ഈ സമയത്താണ് ചക്കി കണ്ണു തിരുമ്പി എണീറ്റ് വന്ന് എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് അവൾ ദേവാന്ന് വിളിച്ച് അടുക്കളയിലേക്ക് പോയി. കുറച്ചു സമയം കഴിഞ്ഞാണ് കാതറിനും ജെനി ഇറങ്ങി വന്ന്. അപ്പോഴേക്കും ടേബിളിൽ ഫുഡ് റെഡിയാക്കിയായിരുന്നു ദേവയും അമ്മയും. സീതാമ്മ ഇന്ന് നേരത്തെ എത്തിയിട്ടുണ്ട്. ദേവ, അച്ഛൻ കാണലുണ്ടാവും, നീ വിളിച്ചിട്ട് വാ. അവൾ തലയാട്ടിക്കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി. ദേവ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നു, അച്ഛനോട് സംസാരിക്കുന്നു. രണ്ടാളും എന്തോ പറഞ്ഞിരിക്കുന്നു. അച്ഛൻ കൈയും കാലും കഴുകുമ്പോൾ അതിനടുത്തായി ആ മതിലിരിക്കുന്നു എല്ലാം സിറ്റൗട്ടിൽ നിന്നുള്ളവർ കാണുന്നുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് അകത്തേക്ക് കയറിയത്. കഴിക്കാൻ നേരം മുത്തശ്ശിയും വന്നിരുന്നു. കഴിക്കാൻ നേരം അച്ഛനെയും ചക്കിയുടെ നടുവിലെ കസേരയിലാണ് അവൾ ഇരുന്ന്. ഇനി നമുക്ക് ഇറങ്ങാം. ചായ കൂടി കഴിഞ്ഞ് അവരെല്ലാവരും അമ്പലത്തിലേക്ക് ഇറങ്ങുകയാണ്. നിങ്ങൾ വരുന്നില്ലേ അമ്മേ? അബി അവരോട് ചോദിച്ചു. വരാം, നീ കൂട്ടുകാരെയും കൂട്ടി പൊയ്ക്കോ. ചക്കിയും ദേവയും കൂടി കൂട്ടിക്കോ. ഞാൻ മുത്തശ്ശിയുടെ കൂടെ കാറിൽ വന്നോളാം. എന്നിട്ട് അവളെവിടെ? ദേവ ഡ്രസ്സ് മാറ്റാനായി പോയിട്ടുണ്ട്. ചക്കി മുഖത്ത് മേക്കപ്പ് ഇടുന്നതിൽ പറഞ്ഞു. ഈ സമയം മുകളിൽ തന്റെ ഡ്രസ്സ് നോക്കുന്ന തിരക്കിലായും ദേവ. ഹലോ, താനിവിടെ എന്ത് ചെയ്യാ? പോരുന്നില്ലേ? അബി വാതിലിന്റെ തൂണിൽ ചാരിയുന്നോണ്ട് അവളോട് ചോദിച്ചു. ഞാൻ ഡ്രസ്സ് നോക്കുക. 2 ദിവസം മുമ്പ് അച്ഛൻ്റെ കൂടെ ഉത്സവത്തിന് ഡ്രസ്സ് എടുക്കാന്ന് പറഞ്ഞ് പോയിട്ട് എടുത്തില്ലേ? എടുത്തു. പിന്നെന്താ? അത് ചക്കി പറഞ്ഞു അവളത് ഇടുന്നില്ല എന്ന്. അതെവിടെ നോക്കട്ടെ. അലമാരയിലുണ്ടായിരുന്ന ഒരു കവറെടുത്ത് അവന് നേരെ നീട്ടി. വെള്ളയിൽ ക്രീം കളർ ബോർഡർ വന്നൊരു പട്ടുപാടയായിരുന്നു. ഇതിനെന്താ കുഴപ്പം? അത് ചക്കി പറഞ്ഞു. അവൾ കിടന്ന് വിക്കി കളിച്ചു. എന്നാലേ ഞാൻ പറയുന്നു, എൻ്റെ മോൾ ഇത് ഇട്ടാ മതി. അവനൊരു കള്ളച്ചിരിയോടെ അതും പറഞ്ഞ് തുറന്നിടക്കുന്ന വാതിൽ ചാരിക്കൊണ്ട് അവൾക്കടുത്തേക്ക് വന്നു. അവനിലെ ഈ പുത്തൻ ഭാവങ്ങൾ കണ്ട് അവൾ ഉമിനീരിറക്കിപ്പോയി. എന്താ? തനിക്കടുത്തേക്ക് വരുന്നവരെ നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. അവളുടെ കണ്ണിൽ മാത്രം നോക്കിക്കൊണ്ട് ഇടുപ്പിലൂടെ പിടിച്ച് തന്നിലേക്ക് ചേർത്തു. വൈരം പോലെ തിളങ്ങുന്ന അവൻ്റെ ആ മിഴികളിൽ തൻ്റെ രൂപം അവൾ വ്യക്തമായി കണ്ടു. ഒരു വിറയലോടെ ആ നെഞ്ചിൽ കൈകുത്തിക്കൊണ്ട് അവനെ മുഖമുയർത്തി നോക്കി. മറ്റേ കൈ ഉയർത്തി കെട്ടിവെച്ചിരുന്ന അവളുടെ മുടിയുടെ ക്ലിപ്പഴിച്ചു. കെട്ടിവെച്ച മുടിയെല്ലാം താഴോട്ട് ഊർന്നു വീണു. പിന്നെ ഈ മുടി ഇങ്ങനെ ഇട്ടാൽ മതി. ഈ കണ്ണിൽ കുറച്ച് കൺമഷിയും ഒരു കുഞ്ഞു പൊട്ടും. ഈ നെഞ്ചിൽ എൻ്റെ താലിയും. അതുമാത്രം മതി നിൻ്റെ ഒരുക്കം. നിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്താണെന്നൊരു ദേവ നിനക്ക്. അത് ഈ മുടിയും പിന്നെ എന്നെ നോക്കുമ്പോൾ പിടക്കുന്ന നിൻ്റെ ഈ കണ്ണുകളുമാണ്. പിന്നെ പൊന്നു മോളെ, കൂട്ടുകാരിയെന്ന് പറഞ്ഞുണ്ടല്ലോ അവളൊരുത്തി. അവളെപ്പോലെ മുഖത്തിലൂടെ മേക്കപ്പ് അടിച്ചിട്ട് ഇറങ്ങിയാലേ എൻ്റെ തനി സ്വഭാവം നീ അറിയേ. അവനൊരു കള്ള ഗൗരവത്തിൽ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ആദ്യമായി അറിഞ്ഞു തുടങ്ങുന്ന അഭിയുടെ ഇത്തരമൊരു ഭാവത്തിൽ അവളുടെ ഹൃദയം തുള്ളി വിറച്ചു. അവൻ ടേബിളായി വെച്ചിരുന്ന ആ സിന്ദൂര ചെപ്പിൽ നിന്ന് കുറച്ചെടുത്ത് അവളുടെ ആ സീമന്തിരേഖയിലായി ഇട്ടുകൊടുത്തു. ദൈവം, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നിന്നോട് ഇഷ്ടം പോലെ സമയമെടുത്തു വന്നു എന്നെ മനസ്സിലാക്കാനും അംഗീകരിക്കാനും. കാരണം നിനക്കതിനുള്ള അർഹതയുണ്ട്. പക്ഷേ നിന്നെ പ്രണയിക്കരുതെന്ന് മാത്രം എന്നോട് പറയരുത്. ഐ കാൻ വെയിറ്റ്. മടുക്കുവോളമല്ല വിവാഹ ജീവിതം, അത് മരിക്കുവോളമാണെന്ന് നമ്മളിൽ ചിലർക്കെങ്കിലും മനസ്സിലാവണം. കാതറിൻ, എനിക്കൊരു സൗഹൃദം മാത്രമേ ഉള്ളൂ അവളോട്. അന്നും അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ വിധി മാറിപ്പോയി. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു, ആ വിധിയാണ് എനിക്ക് ഇനി മുതൽ ഏറ്റവും സന്തോഷം തരുന്നതെന്ന്. സോ ഐ എൻജോയ് ഇറ്റ്. കാതരമായ അവൻ്റെ വാക്കുകളിൽ അവളുടെ ശരീരം പോലും കുളിർന്നു പോയി. വേഗം ഡ്രസ്സ് മാറ്റി വായോ, താഴെ എല്ലാവരും കാത്തു നിൽക്കുക. ഡ്രസ്സ് കയ്യിലെടുത്തോണ്ട് തലകുനിച്ച് ചെന്നു. വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാനൊരുങ്ങി അവൻ മുണ്ട് മടക്കി കുത്തി ഒന്നുകൂടി അവൾക്ക് നേരെ തിരിഞ്ഞു. പിന്നെ ഫാഷനാണ്, ട്രെൻഡാണെന്നൊക്കെ പറഞ്ഞ് ചക്കിയെ പോലെ മുടിയും വെട്ടി ഓരോ കോലം കെട്ടി നടക്കാമല്ലോ വിചാരം ഉണ്ടെങ്കിൽ മോളെ, ഈ അഭിജിത്ത് ഒരു കൂതറ ഭർത്താവാവും, ഓർമ്മയിരുന്നോട്ടെ. അവനതും പറഞ്ഞ് അവളിൽ നിന്ന് കണ്ണി ചിമ്മി കാണിച്ച് താഴോട്ട് ഇറങ്ങിപ്പോയി. അവൻ്റെ വാക്കുകൾ തീർത്ത മായാവലയത്തിൽ നിന്ന് പുറത്തിറക്കാൻ കഴിയാതെ നട്ടം തിരിഞ്ഞുപോയി. അതെ, അഭിയേട്ടൻ തന്നെ പ്രണയിച്ച് തുടങ്ങിയിരിക്കുന്നു. എപ്പോൾ മുതൽ, എന്തുകൊണ്ട് എന്നൊന്നും അറിയില്ല. ഇനിയൊരു പക്ഷെ അമ്മയ്ക്കും ചക്കിക്കും വേണ്ടിയാണ് സ്വന്തം ഇഷ്ടം പോലും വേണ്ടെന്ന് വെച്ചത്. അവളിൽ പലവിധ സംശയങ്ങൾ വന്ന് മൂടി. താഴെ പോകാൻ ഒരുങ്ങിയവരെല്ലാം സോഫയിൽ ഫോണിൽ നോക്കിയിരിക്കുന്നുണ്ട്. ആ ദേവ, നീ എത്തിയോ? ചക്കി പറഞ്ഞപ്പോഴാണ് എല്ലാവരും അവളെ തിരിഞ്ഞു നോക്കിയത്. കണ്ടവരെല്ലാം മതി മറന്ന് നിന്നുപോയി. ദേവതയെ പോലെ കണ്ടു നിന്ന ജെനിയുടെ വായിൽ നിന്ന് അറിയാതെ വീണു. അവൾ താനും കാതറിനും ധരിച്ചിരിക്കുന്ന ജീൻസിലേക്കും ടോപ്പിലേക്കും നോക്കിപ്പോയി. കാതറിന്റെ കണ്ണുകൾ അറിയാതെ അബിയിലേക്കും നോക്കി. നിറഞ്ഞ പുഞ്ചിരിയോട് അവളെ മാത്രം നോക്കി ആസ്വദിക്കുന്നവൻ. അവൻ്റെ ഇങ്ങനെയൊരു ഭാവം അവൾ ആദ്യമായി കാണുകയായിരുന്നു. 1-2 വർഷത്തെ പരിചയമാണ് ഇവനോട്. ഒരിക്കലും മതിരി വിട്ട് തന്നെ ഒന്നും നോക്കുപോലും ചെയ്തിട്ടില്ല. ഒരു പാർട്ടിക്കോ പബ്ബിലോ പോയാൽ തന്നെ ഫോണും എടുത്തൊരു മൂലയിലിരിക്കും. താൻ അതിരി വിടുമ്പോഴൊക്കെ ഒരലോസരത്തോടെ എണീറ്റ് പോകുന്നവൻ. അവൻ്റെ കൂടെ 1 വർഷമൊക്കെ ജീവിക്കാനും അനുഭവിക്കാനുമുള്ളൊരു കൊതി. അത് കഴിഞ്ഞാൽ ഒരു ഗുഡ് ബൈ പറഞ്ഞ് തിരിച്ച് UK തന്നെ പോകണം, അതായിരുന്നു മനസ്സിൽ. പക്ഷെ താൻ ഒരുപാട് സഹായിച്ചുകൊണ്ടാവും എടുത്തടിച്ചൊരു നോ പറയാതെ ഞാൻ ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞവൻ. നൗ ഹീസ് എ ഹസ്ബൻഡ്. അവൾ ഓർത്തു. അതെ, സ്വന്തം ഭാര്യ മതിവർന്ന് വായി നോക്കുന്നോടാ, ചുമ്മാ ഭർത്താക്കന്മാരുടെ വില കളയാനായിട്ട്. അബിയുടെ ചെവിയിലായി അനസ് പറഞ്ഞു. സത്യം പറയാലോ, ഞാൻ ശരിക്കും ഒരു ഹസ്ബൻഡായിട്ട് വരുന്നേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ഒരു സുഖം ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. താലി കിട്ടിയ പെണ്ണിൽ മാത്രം നമ്മളൊരു ലോകം തീർക്കുമ്പോൾ അതൊരു ലഹരിയാടാ.
അവനെ എന്തൊക്കെയോ ഓർമ്മയിൽ അനസിനോടായി പറഞ്ഞു. അപ്പോഴേക്ക് അവൾ നടന്ന അമ്മക്കരിയിലേക്ക് പോയിരുന്നു. എന്നാൽ ഇറങ്ങാം, എല്ലാവരെയും നോക്കി ചക്കി പറഞ്ഞു. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. ആ സമയം മുത്തശ്ശിയോട് പറഞ്ഞ് റൂമിൽ നിന്നിറങ്ങുന്നവളെ ആരും കാണാതെ ചക്കിയുടെ റൂമിലേക്ക് വലിച്ചു കയറ്റി. അപ്പിയേട്ടാ, എന്താ ഇത്, വിട്ട്, അവൾ ചോദിച്ചതും സുമരിനോട് അടുപ്പിച്ചു വെച്ചുകൊണ്ട് കൂർപ്പിച്ച് നോക്കി അപ്പി. എന്തിനാണ് ആ നോട്ടമെന്ന് അവൾക്ക് മനസ്സിലായില്ല. അവളുടെ കണ്ണിൽ നോക്കിക്കൊണ്ട് തന്നെ ചൂണ്ടുവിരൽ കൊണ്ട് ഉള്ളിൽ കിടന്നിരുന്ന ആ മാല വലിച്ച് പുറത്തേക്ക് ഇട്ടു അപ്പി. അവളൊന്ന് കിതച്ചുകൊണ്ട് ചുമരിലേക്ക് തന്നെ ഒട്ടി നിന്ന് പോയി. ദേവ, പോവണ്ടേ? കിതപ്പോടെ ഒന്ന് മൂളിക്കൊണ്ട് അവനെ മറികടന്ന് ഓടി. തലമുടിയൊന്ന് ഒതുക്കി വെച്ചുകൊണ്ട് ഒരു കള്ളച്ചിരിയോടെ റൂമിന് പുറത്തേക്ക് ഇറങ്ങിയ അബി അവിടെ ഒരു കപട ദേഷ്യത്തിൽ ആരിൽ കൈയും കുത്തി അമ്മ നിൽക്കുന്നതാണ് കണ്ട്. എന്താണ് അവിടെ, എന്തിനാ അവൾ പേടിച്ചോടിയത്? അമ്മയ്ക്ക് ചിരി വരുന്നുണ്ടെങ്കിലും അവന്റെ മറുപടി അറിയാനായി അവർ ചോദിച്ചു. വിശപ്പില്ലാത്ത എന്നെ വിളിച്ച് നല്ല അസലും സദ്യ ഇലയിട്ട് വിളമ്പിയിട്ടത് ഇപ്പൊ രുചിച്ചു നോക്കാൻ പറ്റില്ലെന്ന് വെച്ചാൽ എങ്ങനെ നടക്കും എൻ്റെ അമ്മച്ചി? അവൻ അവരുടെ കവിളിൽ നിന്ന് ഉള്ളിക്കൊണ്ടൊരു ചിരിയോടെ മുറ്റത്തേക്ക് ഇറങ്ങി. തങ്ങൾ കൊടുത്തതിന് അവൻ അംഗീകരിച്ചു തുടങ്ങിയെന്ന സന്തോഷത്തിൽ അമ്മയും തിരിഞ്ഞടന്നു. ചക്കിക്കൊപ്പം നടക്കുന്ന ദേവയുടെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അബി നടക്കുന്നത്. ജെനിയും ക്യാദറിനും ഇത് ശ്രദ്ധിച്ചു. അത്രമേൽ പരിഗണനയോടെയാണ് അവളെ അവൻ കൊണ്ടു നടക്കുന്നതെന്ന് തോന്നിപ്പോയി അവർക്ക്. അമ്പലമുറ്റത്തെത്തിയപ്പോഴും അബിയുടെ ഒരു കയ്യിൽ ദേവയും മറുകയിൽ ചക്കിയും ഉണ്ടായിരുന്നു. പുറകെ ക്യാമറയും തൂക്കി വരുന്നവരോട് അവനിടയ്ക്കിടെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അത്ര വലിയ തിരക്കൊന്നുമില്ലെങ്കിലും ഒരു ഉത്സവത്തിന്റെ പ്രതീതിയൊക്കെയുണ്ട്. ഇനി മേളം കൊഴുക്കുന്നത് എഴുന്നള്ളിപ്പുമെല്ലാം വൈകുന്നേരമാണ്. പക്ഷെ അതുവരെ പ്രത്യേക പൂജകളും അന്നദാനവും കർമ്മങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഒരുവിധ ആളുകളെല്ലാം രാവിലെ വന്നാൽ പിന്നെ രാത്രിയും മടങ്ങിയുള്ളൂ. അതാണ് ഈ ഉത്സവത്തിന്റെ ഒരു പ്രത്യേകതയും. നിങ്ങൾ തൊഴുത് പ്രാർത്ഥിച്ചു വാ, അവർ രണ്ടാളെയും നോയിക്കൊണ്ട് പറഞ്ഞു. അവർ തലകുലുക്കി മുന്നോട്ട് നടന്നു. അപ്പുറത്ത് എബിയും മനസ്സ് ഓരോന്നും തങ്ങളുടെ ക്യാമറയിൽ ഒപ്പിയെടുക്കുകയാണ്. ജെനിയാണെങ്കിൽ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് മുണ്ടും മടക്കി കുത്തി വരുന്ന പയ്യന്മാരെ വായി നോക്കിയാണ്. ഡു യു ലവ് ഹിയർ എ ലോട്ട്? അമ്പലത്തിന്റെ പടികൾ കയറുന്ന ദേവയോട് തന്നെ നോക്കി നിൽക്കുന്ന അബിയോടായി കാതറിൻ ചോദിച്ചു. യെസ്, ഐ സ്റ്റാർട്ടഡ് ലവ് ഹിയർ. ഇപ്പൊ കുറച്ചായി അവളെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. പെട്ടെന്നൊരു ദിവസം എനിക്ക് അവിചാരിതമായിട്ട് വിവാഹം കഴിക്കേണ്ടി വന്നവളാണ്. പക്ഷെ അവൾ വന്ന ശേഷം എൻ്റെ വീട്ടിൽ ഓരോരുത്തരും എത്ര ഹാപ്പിയാണെന്നറിയോ. പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹവും കരുതലൊന്നും കിട്ടാത്തതുകൊണ്ടാവും ഒരുതരം വാശിയോടെയാണ് അവൾ എല്ലാവരെയും സ്നേഹിക്കുന്നത്. വർത്തമാനം കൊണ്ടും പ്രവൃത്തി കൊണ്ടും പുഞ്ചിരി കൊണ്ടും എല്ലാവരുടെയും മനസ്സ് നിറക്കുന്നവൾ. അവൾ ഞാൻ മാത്രം ഇങ്ങനെ വേണ്ടെന്ന് വെക്കും. ചിലത് അങ്ങനെയാണ് കാതറിൻ. നമ്മൾ തീരുമാനിക്കുന്നതിനേക്കാൾ ഭംഗിയുണ്ടാവും ദൈവം ചേർത്ത് വെക്കുന്നതിന്. അവൻ നന്നായെന്ന് ചിരിച്ചു. താൻ എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആബ്സല്യൂട്ട്ലി മാൻ. ഒരു ഫോറിൻ കൾച്ചർ വന്ന് എനിക്കിതൊന്നും പരിചയമില്ല. സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന പാരൻസ്, എന്തിനും ഇതിനുള്ള ഫ്രീഡം. അതൊക്കെ ആയപ്പോൾ ഞാനും വിചാരിച്ചു ഒരു മനുഷ്യനൊരു ബന്ധത്തിൽ മാത്രം ഒതുങ്ങിപ്പോവില്ലെന്ന്. പക്ഷെ ഇവിടെ വന്നപ്പോൾ നിന്റെ ഫാമിലിയെ കണ്ടപ്പോൾ, നിങ്ങളുടെ പരസ്പരം വിശ്വാസവും സ്നേഹമൊക്കെ കാണുമ്പോൾ, ദേവയുള്ള നിന്റെ അപ്രോച്ച് കാണുമ്പോൾ, പരസ്പര വിശ്വാസവും പ്രണയവും ഉണ്ടെങ്കിൽ ആ ഒരാളെ ഇല്ലാതെ ലൈഫിൽ വേറെ ആൾക്കും സ്ഥാനം ഉണ്ടാവില്ലെന്ന് മനസ്സിലായി. ഷീസ് ലക്കി. അല്ല കാതറിൻ, ഞാനാണ് ലക്കി. അവളെപ്പോലെ ഒരുവളെ ഭാര്യയായിട്ട് കിട്ടിയത്. അത്രമേൽ സത്യസന്ധതയോടെയാണ് അബി അത് പറഞ്ഞത്. അപ്പോഴേക്കും പ്രാർത്ഥിച്ച പ്രസാദവുമായി അവർ പടവുളിറങ്ങി വന്നിരുന്നു. ഒരിളം പുഞ്ചിരിയോടെ എന്തൊക്കെയോ സംസാരിച്ചു വരുന്നവളെ അവൻ നോക്കി നിന്നു. പ്രണയിക്കണം ഇവളെ ഈ ജീവിതകാലം മുഴുവൻ. ജീവിതത്തിൽ ഇന്നോളം സങ്കടങ്ങൾ മാത്രം ഉണ്ടായിരുന്നവളാണ്. അവൾക്ക് ഞാൻ തുറക്കുന്ന പുതിയ ലോകം അത് സന്തോഷത്തിന്റെ മാത്രമായിരിക്കും. വിവാഹത്തിന്റെ ആദ്യ നാൾ തന്നെ സങ്കടപ്പെടുത്തിയതിൽ അങ്ങനെ ഞാൻ പരിഹാരം കണ്ടോളാം. അതും ആലോചിച്ചുകൊണ്ട് അവൾക്ക് മുമ്പിൽ തലകുനിച്ചു അബി. ഇലച്ചീന്തിൽ നിന്ന് കുറച്ച് ചന്ദനമെടുത്ത് അവനെ നെറ്റിയിൽ ചാർത്തി കൊടുത്തു ദേവ. ചക്കി അപ്പോഴേക്ക് അടുത്തുള്ള കടയിൽ എന്തൊക്കെയോ നോക്കി തുടങ്ങിയിരുന്നു. തങ്ങളാരും ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവൻ അവളെ പിടിച്ചിരുത്തിക്കൊണ്ട് അമ്പലക്കുളത്തിനടുത്തേക്ക് പോയി. അബിയുടെ ഇങ്ങോട്ടാ പോകുന്നത്, വിട്ടേ, ആരെങ്കിലും കാണും. നമുക്ക് കുറച്ചു നേരം ഇവിടെ ഇരിക്കാം. ദേവ, എന്നോട് ഇപ്പോഴും ദേഷ്യമാണോ നിനക്ക്? എന്തോ ഒരു അകൽച്ച എനിക്ക് ഫീൽ ചെയ്യുന്നു. അതെന്താണെന്ന് എനിക്കറിയണം. ഇയാളുടെ അച്ഛനും അമ്മയ്ക്ക് അനിയത്തിക്കും വേണ്ടിയല്ലേ എന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നു. പിന്നെ അവൾ കാതറിൻ, അവരും നിങ്ങൾക്കായി കാത്തിരുന്നിട്ടില്ലേ? എല്ലാവർക്കും വേണ്ടി അഭിയേട്ടം വെറുതെ എന്തിനാ? അവൾ അത്രയും പറഞ്ഞ് നിർത്തിക്കൊണ്ട് അവനെ നോക്കി. അവൻ ദൂരെ അമ്പലക്കുളത്തിലായി നോട്ടമിട്ടിരിക്കുകയാണ്. ദേവ, ഞാൻ നിന്നെ താലിയിട്ടേ സത്യമായിട്ടും എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി തന്നെയാണ്. പക്ഷെ പിന്നെ എപ്പോഴേക്കും ഞാൻ നിന്നെ ശ്രദ്ധിച്ചു തുടങ്ങി, ഇഷ്ടപ്പെട്ടു. ഇപ്പൊ കാഠമായി പ്രണയിക്കുകയും ചെയ്യുന്നു. പിന്നെ കാതറിൻ, അവൾക്ക് ഒരുമിച്ച് ജീവിക്കാമെന്ന് ഞാൻ വാക്കൊന്നും കൊടുത്തിട്ടില്ല. അപ്പോഴേക്കും ഇത് ഇങ്ങനെയൊക്കെ ആക്കി തീർത്തു. ദേവ, ഞങ്ങളൊന്നും വന്നില്ലായിരുന്നെങ്കിൽ താൻ എന്ത് ചെയ്യായിരുന്നു? അവൻ തലയിരിച്ച് അവൾ നോക്കിക്കൊണ്ട് ചോദിച്ചു. ആ ഓർമ്മയിൽ പോലും അവളൊന്ന് വിറച്ചതായി തോന്നി അബിക്ക്. അത് തൻ്റെ വിധിയാണെന്ന് സമ്മാനിച്ച് കഴിഞ്ഞുകൂടായിരുന്നു അല്ലേ? പക്ഷെ ആ വിധി തന്നെയാണ് നിന്നെ ഏൽപ്പിച്ച്. ഇതാണ് ദൈവ തീരുമാനം. അങ്ങനെ വിശ്വസിക്കാൻ എനിക്കിഷ്ടം. പിന്നെ എൻ്റെ അച്ഛൻ, അമ്മ, ചക്കി, അവരെല്ലാവരും എന്നെ അത്രമേൽ വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ നിന്നെ അത് ഇനി അങ്ങനെ കാത്തു സൂക്ഷിക്കണമെന്ന് എനിക്ക് തോന്നി. എൻ്റെ കാര്യത്തിൽ അവരായിരുന്നു ശരി. അത് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. ഇനി ഈ മനസ്സിലൊരു അകൽച്ച എന്നോട് ഉണ്ടാവരുത്, പ്ലീസ്. അവൻ അത്രയും പറഞ്ഞ് അവിടെ നിന്ന് എണീറ്റുകൊണ്ട് അവൾക്ക് നേരെ കൈ നീട്ടി. ആ കൈയിൽ കൈകൾ ചേർത്ത് അവൾ എഴുന്നേറ്റു. പിന്നെ അവരവിടെയുള്ള കാഴ്ചകളും കാര്യങ്ങളും കണ്ട് അങ്ങനെ നടന്നു.
നിനക്കെന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചപ്പോൾ അവൾ വേണ്ടെന്ന് തലയാട്ടി. അവിടുന്ന് തന്നെ ഉച്ചഭക്ഷണവും കഴിച്ചു. ഏട്ടാ, അപ്പോഴാണ് ചക്കിയുടെ ശബ്ദം പിന്നിൽ നിന്ന് കേട്ടത്. എന്താടി? ഞാൻ വീട്ടിലേക്ക് പോട്ടെ, ഭയങ്കര തലവേദന. ഇനി വൈകുന്നേരം ഇറങ്ങാം. വേണമെങ്കിൽ ദേവയും പോന്നോട്ടെ, ഇനിയുടെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. നിനക്ക് അവിടെ കൂടെ പോണെങ്കിൽ പോയിക്കോ. അച്ഛനും അമ്മയും എല്ലാവരും ഇവിടെ ഉണ്ട്. എനിക്കുമാർ കുറച്ച് ഫോട്ടോസ് എടുത്തു കൊടുക്കാനുണ്ട്. കുറച്ച് കഴിഞ്ഞ് വിളിച്ചാൽ മതി, ഞാൻ വരാം. അഭി ദേവയെ നോക്കിക്കൊണ്ടാണ് പറയുന്നത്. അവൾ തലകുലുക്കിക്കൊണ്ട് ചക്കി നീട്ടിയ കയ്യും പിടിച്ച് കുളപ്പടവും കടന്ന് മുറ്റത്തേക്ക് ഇറങ്ങി. ഹലോ, നിങ്ങളെങ്ങോട്ടാ? കയ്യിലൊരു ക്യാമറയും തൂക്കി കാതറിന് അവർക്കരിയിലേക്ക് വന്നു. ഞങ്ങൾ വീട്ടിലേക്ക്. ആണോ? എന്നാൽ ഞാനും വരാം. എൻ്റെ ക്യാമറകൾ ലെൻസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വരാം. അതും പറഞ്ഞ് കയ്യിലെ ഫോൺ ഓഫ് ചെയ്ത് പോക്കറ്റിലിട്ടുകൊണ്ട് കാതറിന് അവരുടെ കൂടെ നടന്നു. അമ്പലത്തിനടുത്ത് തിരക്കായി വരുന്നതേ ഉള്ളൂ. ഉത്സവ പറമ്പുകളിലും കുഞ്ഞു കുഞ്ഞു കടകളും മിഠായികളും ഒക്കെയായി ആരവങ്ങൾ കൊഴുക്കുകയാണ്. അവൾ ചക്കയുടെ കൈ പിടിച്ച മൺപാതയും കടന്ന് അപ്പുറത്തെ തെങ്ങിൻ തോപ്പിലൂടെ വീട്ടിലേക്ക് നടന്നു. കൂടെ എന്തൊക്കെയോ ചോദിച്ചുകൊണ്ട് കാതറിനുമുണ്ട്. അവളോടും ദേവ മറുപടി പറയുന്നുണ്ട്. വീട്ടിലെത്തിയതും ചെടിച്ചട്ടിൽ നിന്ന് കീയെടുത്ത് വാതിൽ തുറന്ന് ചക്കിയും ദേവയെ അകത്തോട്ട് കയറിയപ്പോൾ വാതിലടക്കാൻ വേണ്ടി അവൾ കാതറിനെയും നോക്കി. മുറ്റത്തെ പൈപ്പിൽ നിന്ന് കാല് കഴുകിയാണ് അവൾ. ദേവ, നീ പോയിക്കോ, ഡോർ ഞാൻ ലോക്ക് ചെയ്തോളാം. ഞാൻ ഇനിയൊന്ന് റെസ്റ്റ് എടുത്തിട്ടേ പോകുന്നുള്ളൂ, അവൾ ദേവയോടായി പറഞ്ഞു. ഞാനൊന്ന് കിടക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാം. ചക്കിയും നെറ്റിയിൽ കൈവച്ചുകൊണ്ട് അവളുടെ റൂമിലേക്ക് കയറി. അതിനും തലയാട്ടിക്കൊണ്ട് ദേവ തന്റെ റൂം ലക്ഷ്യമാക്കി നടന്നു. റൂമിലെത്തിയപ്പോൾ അവൾക്ക് വീണ്ടും അപ്പി പറഞ്ഞ വാക്കുകൾ ഓർമ്മ വന്നു. ഇനിയെങ്കിലും അനുവാദം തരുമോ? നിന്നെ ഒന്ന് പ്രണയിക്കാൻ, നിന്റെ കൂടെ ജീവിക്കാൻ. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ചക്കിക്കും നീ കൊടുക്കുന്ന സ്നേഹം എനിക്ക് കൂടി പങ്കിട്ട് തരുമോ? കാതരമായി അവൻ വീണ്ടും വീണ്ടും ചോദിക്കുന്ന പോലെ ചുണ്ടിലൂറിയ ഒരു ചിരിയോടെ അവൾ ആ വാതിൽ തുറന്നു. അവൻ്റെ മണം തൻ്റെ ഉള്ളിലേക്ക് ആവാഹിക്കുമ്പോൾ അവൾ ശ്വാസം ആഞ്ഞു വലിച്ചു. ബെഡിൽ അവൻ ഊരിയെറിഞ്ഞിട്ട് പോയ ഷർട്ട് എടുത്ത് നെഞ്ചോട് ചേർത്തുകൊണ്ട് കുറച്ചു നേരം അങ്ങനെ നിന്നു. ഈ താലി എൻ്റെ കഴുത്തിൽ വീണ മുതൽ നിങ്ങൾ എൻ്റെ പ്രണയമാണ്. പക്ഷെ നിങ്ങൾ തന്നെയല്ലേ എനിക്കത് നിഷേധിച്ച്? അവൾ ആ ഒരു പരിഭവം എന്ന പോലെ ഷർട്ടിനോട് പറഞ്ഞു. കുറച്ചേരം അങ്ങനെ നിന്നുകൊണ്ട് വേഗം വന്ന് വാതിലടച്ച് ബാത്റൂമിൽ കയറി. ഫ്രഷായി മുഖവും തുടച്ച് കട്ടിലേക്കും സോഫയിലേക്കും മാറി മാറി നോക്കി. പിന്നെ നേരത്തെ ഒരു ചിരിയോടെ കട്ടിലിൽ അവൻ കിടക്കുന്ന സ്ഥലത്തായി വന്ന് കിടന്നു. കുറച്ചേരം ഒന്ന് മയങ്ങിയപ്പോഴാണ് വാതിൽ തുടരെ തുടരെയുള്ള മുട്ട് കേൾക്കുന്നത്. ചെറിയൊരു ഉറക്കച്ചടവോടെ അവൾ വേഗം പോയി വാതിലിറന്നു. മുന്നിൽ കാതറി. സോറി ദേവ, താൻ ഉറങ്ങിയായിരുന്നോ? ആ ചേച്ചി, എന്തു പറ്റി? നിന്നെ കാണാൻ താഴെ കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ട്, വേഗം വാ. എന്നെയോ? അതെ, നിന്നെ തന്നെ. കാതറിനൊരു ചിരിയോടെ തിരിഞ്ഞു നോക്കി. ദേവ വേഗം മുഖം കഴുകി വന്ന് കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് മുടിയൊതുക്കി താഴോട്ടിറങ്ങി. താഴോട്ടെത്തിയതും ഹാളിലിരിക്കുന്ന അതിഥികളെ കണ്ട് അവൾ പിടിച്ചെട്ടിയതുപോലെ അവിടെ നിന്നു. അച്ചമ്മ, മംഗലത്തെ വിലാസിനി, തന്നെ വളർത്തി വലുതാക്കിയവർ, പണത്തിനും പ്രതാപത്തിനും സ്വാഭിമാനത്തിനും വേണ്ടി തന്നെ ഒരു മാനസിക രോഗിയുടെ ഭാര്യയാക്കാൻ ഒരുങ്ങിയവർ. പേടികൊണ്ട് അവൾ തന്റെ പാവാടയിലൊന്ന് പിടിമുറുക്കി. അപ്പോഴാണ് അവൾ കൂടെയുള്ളവരെ കൂടി ശ്രദ്ധിക്കുന്നു. അമ്മായിയും ചെറിയമ്മയും, പിന്നെ വെളുത്ത ജുബയും പൈജാമയും ധരിച്ചൊരു 45 വയസ്സ് തോന്നിക്കുന്ന ഒരാൾ. പരിചയമില്ലാത്ത ആ ഒരാളെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ദേവയൊന്ന് കിടുങ്ങിപ്പോയി. പേരൂർ മനയിലെ കൊച്ചു തമ്പുരാൻ ആനന്ദ് വർമ്മ, തന്നെ താലികെട്ടാൻ ഒരുങ്ങിയ മാനസിക വിഭ്രാന്തിയുള്ള ആള്. എല്ലാവരിലും ഒരു വിജയശ്ശേരിയുണ്ട്. ആഗ്രഹിച്ചതെന്തോ കിട്ടിയതുപോലെ ആനന്ദ് വർമ്മയുടെ കണ്ണുകൾ വികസിച്ചു. അവളുടെ ജ്വലിക്കുന്ന സൗന്ദര്യത്തിൽ തന്നിലെ ആ സൈക്കോണിരുന്ന പോലെ തോന്നിയയാൾ വേഗം തന്നെ മുഷ്ടിയുരുട്ടി ആ ചേഷ്ടകളെ നിയന്ത്രിച്ചു. ഹലോ ദേവ, തനിക്ക് മനസ്സിലായില്ലേ ഇവരെ? ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. പിന്നിലൊരു വിജയച്ചിരിയോടെ കാതറി. അവളുടെ ആ നിൽപ്പും പാവം കണ്ടപ്പോൾ തന്നെ എന്തോ പന്തികേട് തോന്നി. ചക്കി എന്ന് വിളിച്ചുകൊണ്ട് ദേവ റൂമിന് നേരെ ഓടാനാഞ്ഞു. കാതറിൻ അവൾക്ക് മുമ്പിൽ കയറി നിന്നു. നീ എങ്ങോട്ടേക്ക് ഓടുന്നു? അവളോടെ കിടന്നുറങ്ങിയല്ലേ, ചുമ്മാ ശല്യപ്പെടുത്തേണ്ട. പിന്നെ നമ്മുടെ ഇവിടുത്തെ ബഹളം കേട്ട് അവൾ ഉണരേണ്ടെന്ന് കരുതി ഞാൻ ഡോറ് പുറത്തുനിന്ന് ചെറുതായിട്ടൊന്ന് പൂട്ടിയിട്ടുണ്ട്. അവൾ അമ്പരപ്പോടെ കാതറിന് നോക്കി. നീ എന്താടി കരുതിയത്? ഞാൻ അവനെ നിനക്ക് വിട്ടെന്ന് കുറച്ച് സെന്റി അടിച്ച് തിരിച്ചു പോകുന്നു? ഇല്ലടി, അത്രമേൽ എന്നെ മോഹിപ്പിച്ചവനവൻ. എന്നാൽ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും വിട്ടുപോകാനല്ല. എനിക്ക് മടുക്കോളം അവൻ്റെ കൂടെ ജീവിക്കാനാ. ആ എൻ്റെ ആഗ്രഹത്തിലേക്കാ നീ കയറി വന്ന്. നിന്നെ കെട്ടി കൂടെ കൂട്ടിയപ്പോഴും അവൻ ഇങ്ങനെ മാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അവൻ്റെ ഒരു ദിവ്യ പ്രേമം. നിന്നെയും വലിച്ച് അവൻ ഈ വീട്ടിൽ വന്ന മുതലുള്ള ബന്ധാ എനിക്ക് ഇവരോടൊക്കെ. നിന്നെ തിരിച്ച് ഇവർക്ക് നൽകാമെന്ന് ഞാൻ വാക്കുകൊടുത്തതാ. അവൾ ഒരുതരം ക്രൂരതയോടെ ദേവയെ നോക്കി. കാതറിൻ്റെ ആ ഭാവമാറ്റം, അതിലുപരി അച്ചമ്മയെ അയാളെ അവൾക്ക് അറിയാമെന്നതും ദേവയെ തളർത്തിക്കളഞ്ഞു. ചക്കി, അവൾ പേടിയോടെ വിളിച്ചു. നീ ആരെയും വിളിച്ചിട്ട് കാര്യമില്ല ദേവ, നീ പോണം ഇപ്പം തന്നെ ഇവരുടെ കൂടെ. എന്നിട്ട് ഈ ആനന്ദോർമ്മയുടെ ഭാര്യയായിട്ട് അവിടെ ജീവിക്കുക. ഞാനിവിടെ അവൻ്റെ ഭാര്യയായിട്ട് കഴിയും. എനിക്ക് മടുക്കുവോളം. അതാണ് നിനക്കുള്ള എൻ്റെ ശിക്ഷ. പ്രതികാരദാഹത്തോടെ പറയുന്ന കാതറിനെ കാണവേ തളർന്ന് താനിപ്പോൾ വീഴുമെന്ന പോലെ ആടിപ്പോയി ദേവ. ഇവരെല്ലാവരും കൂടി ഒന്നു ചേർന്നപ്പോൾ താൻ വീണ്ടും തോറ്റുപോയെന്ന് തോന്നി. ഇനി ഇവിടെ തന്നെ രക്ഷിക്കാൻ ആരുമില്ലെന്ന കാര്യം അവളിൽ കണ്ണീർ ചാലുകൾ തീർത്തു. എല്ലാവരും ഉത്സവത്തിന്റെ ബഹളങ്ങളും ആഘോഷങ്ങളിലുമൊക്കെയാണ്. അപ്പോഴേക്കും അച്ഛൻ എഴുന്നേറ്റ് അവൾക്കരിയിലേക്ക് വന്നു. എന്നിട്ട് കൈകൾ നീട്ടി അവളുടെ കവിളിൽ ആഞ്ഞു തള്ളി. നീ എന്താടി കരുതിയത്? എന്നെ എന്റെ കുടുംബത്തിനെ നാണം കെടുത്തിക്കൊണ്ട് ഇവിടെ സുഖമായിട്ട് കഴിയാന്നോ? സമ്മതിക്കില്ലടി, നന്ദിയില്ലാത്തവളെ. അവളുടെ മുടിക്കുത്തിൽ പിടിച്ചു വലിച്ചു അവർ. ഒന്നും ശബ്ദിക്കാൻ പോലും ആവാത്ത വിധം ദേവ തളർന്നു തൂങ്ങി.
നീ അന്ന് അവിടെ വിട്ട് പോന്നപ്പോൾ മുതൽ ഞങ്ങളെല്ലാം മറന്നെന്ന് കരുതിയ നീ. പക്ഷെ ഇല്ലടി, അന്ന് മുതൽ നിന്നോട് എന്റെ പക ആളിക്കത്തി തുടങ്ങിയായിരുന്നു. പിന്നെ അവിടെ നിന്റെ പുന്നാര ചെറിയച്ഛനുണ്ടായിരുന്നല്ലോ രാഘവൻ. എന്ത് ചെയ്താലും എന്നെ തടയാനായിട്ട്. സ്വന്തം തള്ളയേക്കാളും തറവാണ്ട അഭിമാനത്തേക്കാൾ അവന് വലുത് നിന്നോടാ. പക്ഷെ നിന്റെ കാലക്കേട് അല്ലാണ്ടെന്ന് പറയാൻ. മകന്റെ കൂടെ ഒരു മാസം നിൽക്കാൻ വിളിച്ചപ്പോ കണ്ണും ചിമ്മി അങ്ങ് പോയി കളഞ്ഞു. പിന്നെ ഇവൾ നിന്റെ പുന്നാര കെട്ടിയവനെ കുറെ മോഹിച്ചതാണത്രേ. അവൾക്ക് അവനെ വേണമെന്ന്. തടസ്സം നീയാണ്, നിന്നെ അങ്ങ് കൊണ്ടുപോകണമെന്ന് അവൾ ഞങ്ങളോട് പറഞ്ഞു. അതിനെന്ത് സഹായം ചെയ്തരാന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, അവളുടെ കൂടെ അങ്ങ് നിന്നു. അവരൊരു ചിരിയോടെ കാതറിന് നോക്കി. ഇനി കണ്ണു തുറന്ന് കണ്ടോ, ഇതാണ് ആനന്ദവർമ്മ, എന്റെ കണ്ണിൽ നിന്നെ വേളിയഴിക്കാൻ പോകുന്നവൻ. നീ എത്ര ചീഞ്ഞാൽ അവന് നിന്നെ മതിയെന്ന്. പിന്നിലിരിക്കുന്ന ആനന്ദവർമ്മ അവൾ നേരിട്ട് കണ്ടതിന്റെ മഞ്ഞളിപ്പിൽ തന്നെ ഇരിക്കുകയാണ്. അപ്രതീക്ഷിതമായി തീർത്ത ചതിയുടെ ആഘാതത്തിൽ അവളുടെ ദേഹവും ഉയരും ഒരുപോലെ തളർന്നു. അപ്പോഴേക്കും ദേവ എന്ന വിളിയോടെ ചക്കി വാതിൽ തള്ളി തുടങ്ങിയിരുന്നു. ചക്കി എന്ന് വിളിച്ച് അങ്ങോട്ടോടുന്ന അവളെ ഒരുതരം ക്രൂരതയോടെ ആനന്ദവർമ്മ വന്ന് പിടിച്ച് അയാളുടെ കൈകൾ അവളുടെ കയ്യിൽ മുറുകി. എവിടെ പോവാടി നീ? അവരെല്ലാവരും പറഞ്ഞു കേട്ടില്ലേ, എന്നെ ഒരുപാട് കൊതിപ്പിച്ചിട്ട് അവസാനം ആ പന്നമോന്റെ കൂടെ കിടന്ന് സുഖിക്കാന്ന് കരുതിയോടി. സമ്മതിക്കില്ല ഞാൻ. അയാളുടെ കണ്ണുകളൊക്കെ രക്തവർണ്ണമായി മാറുന്നുണ്ട്. പേടിപ്പെടുത്തുന്ന ചില ചേഷ്ടകൾ കൂടിയായപ്പോൾ അവൾ പേടിയോടെ കണ്ണുകൾ അമർത്തി അടച്ചു. സോ ഗൈസ്, ഇനി ഇവിടെ നിൽക്കണ്ട, കൊണ്ടുപോയിക്കോ ഇവള്. ഇവിടുന്ന് കൊണ്ടുപോയി ഇനി ഒരിക്കലും കാണാത്തൊരു കോണിലായിരിക്കണം അവളുടെ ജീവിതം. ഇവളെ എവിടെ പോയിന്ന് എനിക്കറിയില്ലെന്ന് ഇവരെ ഞാൻ വിശ്വസിപ്പിച്ചോളാം. അവളൊരു ക്രൂരഭാവത്തോടെ ദേവയെയും ചക്കിയുടെ വാതിന് മുമ്പിലേക്ക് നോയിക്കൊണ്ട് പറഞ്ഞു. ഇനിയൊന്നും ചെയ്യാനില്ലാത്ത പോലെ അയാളുടെ കൈപ്പിടിൽ കിടന്ന് വിറച്ചു അവൾ. അമ്മായിയും ചെറിയമ്മയും വീണ്ടും തന്നെ ദുരിതക്കയത്തിലേക്ക് എറിഞ്ഞ സന്തോഷത്തിൽ നോക്കി നിൽക്കുന്നുണ്ട്. ഒരു ചെറിയ കാര്യം അതും പറഞ്ഞ് കാതറിൻ അവളുടെ കഴുത്തിൽ തൂങ്ങിയാടുന്ന അഭിയെന്നെഴുതിയ ആ മാറിയിലേക്ക് കൈകൾ നീട്ടി. അത് പൊട്ടിച്ചെറിയാനുള്ള ത്വരയോടെ അവൾ അടുത്തേക്ക് വന്നു. നീ ഇതിവിടെ ഉപേക്ഷിച്ച് എങ്ങോട്ടോ പോയി എന്നാവും ഞാനിവിടെ പറയാൻ പോകുന്നത്. കാതറിൻ ഒരു കൗശല ചിരിയോടെ അതിൽ തൊടാനാഞ്ഞു. പെട്ടെന്ന് എവിടുന്നോ കിട്ടിയ ധൈര്യത്തിൽ രക്ഷപ്പെടുമെന്ന് ഉറപ്പില്ലെങ്കിൽ പോലും ദേവ അവളെയും തള്ളി മാറ്റിക്കൊണ്ട് പാതി തുറന്ന വാതിലൂടെ പുറത്തേക്ക് ഓടി. നിക്കടിയാടാ എന്നും പറഞ്ഞ് അവൾക്ക് പിന്നാലെ അലറിക്കൊണ്ട് ആനന്ദും കാതറിനും പുറത്തേക്ക് വന്നു. വാതിൽ തുറന്ന് പുറത്തെ സ്റ്റെപ്പിലേക്ക് ഇറങ്ങിയതും ദേവ ഒരു ശരീരത്തിലായി ഇടിച്ചു നിന്നു. അത്രമേൽ പരിചിതമായ ഗന്ധം. അവൾ പതിയെ തല ഉയർത്തി നോക്കി. താടിക്ക് താഴെയായി കഴുത്തിനൊരു വശത്ത് കാണുന്ന ആ മറുകുമതിയായിരുന്നു അവൾക്കതാരെന്ന് മനസ്സിലാക്കാൻ. അഭിയേട്ട എന്ന വിളിയോടെ അവൾ അവനെ കെട്ടിപ്പിടിച്ചു. ഞാനിപ്പോ താഴ്ന്നു വീഴും അഭിയേട്ട. അവൾ പേടിയോടെ അവന്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തിക്കൊണ്ട് പറഞ്ഞു. ഞാനുള്ളപ്പോഴോ? അവൻ തല താഴ്ത്തിക്കൊണ്ട് അവളുടെ നെറുകയിൽ അമർത്തി മുത്തി. തന്റെ ചുണ്ടുകൾ അവളുടെ നെറുകയിൽ നിന്നെടുക്കാതെ തന്നെ അവൻ മുമ്പിലുള്ളവരെ നോക്കി. വിളറി വെളുത്ത മുഖത്തോടെ നിൽക്കുന്ന കാതറിനും മറ്റു പല ഭാവങ്ങളുമായി നിൽക്കുന്ന ആനന്ദും അച്ചമ്മയും. ദേവ എണീക്ക്, ഞാൻ ഇവരോടൊക്കെ ഒന്ന് ചോദിക്കട്ടെ. എന്റെ സമ്മതമില്ലാതെ എന്റെ ഭാര്യ എവിടെ കൊണ്ടാനുള്ള പരിപാടിയാണെന്ന്. വേണ്ട, എനിക്കൊന്നും കാണണ്ട, അറിയണ്ട, നമുക്ക് എവിടെയെങ്കിലും പോവാ അഭിയേട്ട. അവൾ വിങ്ങിക്കരഞ്ഞുകൊണ്ട് അബി ഇറുക്കെ പിടിച്ചു. അപ്പോഴേക്ക് അബിക്ക് പിന്നിൽ നിന്നിരുന്ന അനസ് വേഗം അകത്തേക്ക് കൂടി ചക്കിയുടെ വാതിൽ തുറന്നു കൊടുത്തു. അവൾ പുറത്തേക്ക് വന്നപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് ഏകദേശം മനസ്സിലായി. ദേവയെ പൂർണ്ണമായും തന്നെ നെഞ്ചിൽ നിന്ന് വലിച്ചെടുത്തുകൊണ്ട് താഴേക്ക് ഓടി വന്ന ചക്കിയെ ഏൽപ്പിച്ചു അബി. അപ്പോഴേക്കും പിന്നിലുള്ളവരാരെയും നോക്കാതെ അവളുടെ തോളിലായി ഇറുകെ പിടിച്ച് കിടന്നു ദേവ. അബി സ്റ്റെപ്പ് കയറി ആദ്യം ചെന്ന് കാതറിന്റെ അടുത്തേക്കായിരുന്നു. അവൻ കൈ നീട്ടിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. നീ എന്നെ മനസ്സിലാക്കുന്ന ഞാൻ കരുതി, പക്ഷെ അത് ഇത്രയും വലിയൊരു ചതിക്ക് വേണ്ടിയാണെന്ന് അറിഞ്ഞില്ല. പിന്നെ ഇനി നീ ഇവിടുന്ന് എവിടെ കൊണ്ടുപോയാലും ആ ഓർമ്മകൾ ഞാൻ ജീവിക്കും. എന്നാലും നിന്റെ ആഗ്രഹം നടക്കില്ല. കാരണം ഈ കുറഞ്ഞ ദിവസം കൊണ്ട് എൻ്റെ ആത്മാവിലേക്ക് ചേർന്നവളാ എൻ്റെ പെണ്ണ്. പിന്നെ മടുക്കുവോളല്ല, മരിക്കുവോളാണ് പ്രണയം വിവാഹ ജീവിതം എന്ന് ജീവിച്ചു കാണിക്കുന്ന ഒരു അച്ഛൻ്റെ അമ്മയുടെയും മകനാ ഞാൻ. വല്ലാത്തൊരു ശക്തി ഉണ്ടായിരുന്ന അവൻ്റെ ആ വാക്കുകൾക്ക്. ഒരു പൂച്ചച്ചിരിയോടെ അവൻ അച്ഛമ്മയുടെ മുന്നിലെത്തി. എൻ്റെ ദേവയുടെ അച്ഛൻ ഇത്രയും നീചയായ നിങ്ങൾക്ക് എങ്ങനെ ജനിച്ചു എന്നാ എൻ്റെ സംശയം. പിന്നെ ഏറ്റവും മുന്നിലായി നിൽക്കുന്ന ആനന്ദിന്റെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് അവൻ ആ മുറ്റത്തേക്ക് ആഞ്ഞു തള്ളി. എന്റെ പെണ്ണിന്റെ മേലെ കൈവെക്കുന്നോടാ? അവൾ ഈ അഭിജിത്തിന്റെ ഭാര്യ, എന്റെ പ്രാണൻ, എന്റെ അച്ഛനും അമ്മയോളം തന്നെ പ്രാധാന്യമുള്ളവള്. അവളെയല്ലേ നിന്റെ ഈ വികൃതമായ കൈകൾ കൊണ്ട് നീ തൊട്ടത്? അവൻ വന്ന ആ കൈ വലിച്ചൊടിച്ചു. അപ്പോഴേക്കും പരിഭ്രാന്തരായ അച്ഛനും അമ്മായും കൂടി ആനന്ദിനെ വലിച്ചെഴുന്നേൽപ്പിച്ചു. ചക്കിയുടെ നെഞ്ചിലായി കിടക്കുന്നവളെ വീണ്ടും തന്നെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. കാതു തുറന്നു കേട്ടോ എല്ലാവരും, ദേവനന്ദ ഈ അഭിജിത്ത് ആർകിട്ടിയ പെണ്ണാ, എന്റെ പ്രാണൻ. ഇനി അവളുടെ ചുറ്റുവട്ടത്തെങ്ങാനും നിങ്ങളാരെങ്കിലും വന്നാ. അവൻ ചൂണ്ട് വെല്ലുവരുത്തിയെടുത്താക്കിയെന്ന പോലെ പറഞ്ഞു. അവൾക്ക് കിട്ടിയത് ആണൊരുത്തനാണല്ലോ എന്ന വിഷമത്തിൽ അമ്മായിയും ചെറിയമ്മയും വേഗം വണ്ടിയുടെ പിൻഡോറ് തുറന്ന് അതിൽ കയറി. അടിയേറ്റ് വീണ ആനന്ദ് വീണ്ടും ഒരു പകയോടെ അഭിയെ നോക്കിക്കൊണ്ട് വണ്ടിയിലേക്കിരുന്നു. അച്ചമ്മയും ദേഷ്യം കലർന്ന ഭാവത്തോടെ എല്ലാവരെയും നോക്കിക്കൊണ്ട് പിന്നിലായി കയറി. അപ്പോഴും തന്നെ നെഞ്ചിലേക്ക് അവൾ അണച്ചു പിടിച്ചുകൊണ്ട് എല്ലാവരും പോകും വരെ അവൻ ആ മുറ്റത്ത് അങ്ങനെ നിന്നു. അവരുടെ വണ്ടി പടികടന്നു പോയപ്പോൾ അവൻ പതിയെ അവളുമായി തിരിഞ്ഞ് കാതറിന്റെ അടുത്തെത്തി. ഒരു 10 മിനിറ്റ് സമയം തരും നിനക്ക്. അതിനുള്ളിൽ ഇവിടുന്ന് നിന്റെ സാധന ജംഗമ വസ്തുക്കളെടുത്ത് പോയിക്കൊള്ളണം. പിന്നെ നീ അവിടെ തിരിച്ചെത്തും മുമ്പേ നീ സഹായിച്ചാൽ നിന്റെ അക്കൗണ്ടിലെത്തിയിരിക്കും. ദേവയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുകളിലേക്കുള്ള പടികൾ കയറി.
അപ്പോഴും ഒരു കുട്ടിയെപ്പോലെ ഒന്നും കാണാനോ കേൾക്കാനോ ഇല്ലാതെ തന്നോട് ചേർന്ന് കിടക്കുന്നവൾ അടർത്തി മാറ്റാതെ അവൻ ആ റൂം തുറന്ന് ഉള്ളിലേക്ക് കയറി കാലുകൊണ്ട് വാതിൽ വലിച്ചടച്ചു. ദേവാ. അതിനവൾ ആ നെഞ്ചിൽ കിടന്നൊന്ന് മൂളി. നിനക്ക് സോഫയിലാണോ അതോ ബെഡിലാണോ കിടക്കേണ്ടത്? അവനൊരു കുസൃതിയോട് അവളോട് ചോദിച്ചു. അതിനവനെ ഒന്നുകൂടി ഇറുക്കി പിടിച്ചല്ല ഒന്നും പറഞ്ഞില്ല. എന്നാൽ ഈ സോഫയിലിടട്ടെ? വേണ്ട, എനിക്ക് ബെഡിൽ കിടന്നാൽ മതി. അതെന്റെയാ? എനിക്കറിയാം. അപ്പോൾ നീ എന്നെ ഭർത്താവായിട്ട് അംഗീകരിച്ചോ? ഇല്ല. പിന്നെങ്ങനെ ഇവിടെ കിടക്കും? ഞാനൊന്ന് പറഞ്ഞില്ലേ, എന്നെ ഭർത്താവായിട്ട് അംഗീകരിക്കുമ്പോൾ മാത്രം ഇവിടെ കിടന്നാൽ മതിയെന്ന്. അബിയിൽ വീണ്ടും ഒരു കുസൃതി ചെയ്യുകയാണ്. അബിയുടെ എൻ്റെ ഭർത്താവാവണ്ട, എൻ്റെ പ്രാണനായി, എനിക്ക് അച്ഛനായി, അമ്മയായി, നല്ലൊരു കൂട്ടുകാരനായാൽ മതി. അവനിൽ വീണ്ടും അങ്ങനെ തന്നെ പിടിമുറുക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. അതിനബി മനോഹരമായി ഒന്ന് ചിരിച്ചു. എന്നാലേ എനിക്ക് ഇയാളെൻ്റെ ഭാര്യ മാത്രമായാൽ മതി. അതും പറഞ്ഞ് അവളെ കിടക്കയിലേക്ക് കിടത്തി. ശേഷം ഒരു കൈ കൊണ്ട് അവളുടെ മുടിയിൽ തല ഓടിക്കൊണ്ട് അങ്ങനെ കിടന്നു. ദേവാ, നിനക്ക് ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്നറിയണ്ടേ? വേണ്ട, എനിക്കൊന്നും അറിയണ്ട. ആൾ വീണ്ടും കണ്ണുകൾ ഇറുക്കി അടച്ച് അവനിലേക്ക് തന്നെ ചുരുണ്ടുകൂടി. എന്നാൽ കിടന്നു, കുറച്ച് കഴിഞ്ഞ് അമ്പലത്തിലേക്ക് പോകണ്ടേ? അതിനും ഒന്നും മറുപടി അറിയാതെ കണ്ണടച്ച് അവനെ മുറുകെ പിടിച്ച് കിടന്നു. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവളെ തലോടിക്കൊണ്ട് അരികിലായിരുന്നു അബി. അവൾ ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ അവൻ മേലെ റൂം വിട്ട് താഴേക്ക് ഇറങ്ങി. അപ്പോൾ താഴെ വന്ന ടാക്സിയിൽ തന്റെ സാധനങ്ങൾ എടുത്തു വയ്ക്കായിരുന്നു കാതറിൻ. അവൾ വണ്ടിയിൽ കയറിയെന്ന് കണ്ടതും അവൻ ആ വീടിന്റെ വാതിൽ കൊട്ടിയടച്ചു. അപ്പോഴേക്ക് അബിയുടെ കൂടെ ജനിയും ചക്കിയും വിളിച്ചു പറഞ്ഞുകൊണ്ട് അമ്മയും അച്ഛനും കൂടി വന്നിരുന്നു. എടാ, എന്തൊക്കെയാ സംഭവിച്ച്? ഈശ്വര, എൻ്റെ കുട്ടി. അമ്മ കരഞ്ഞുകൊണ്ട് സോഫയിലേക്ക് ഇരുന്നു. അവൾക്കൊന്നുമില്ലമ്മേ, ആളിപ്പോൾ നല്ല ഉറക്കത്തില്ല. ഏട്ടൻ എങ്ങനെ ഇവിടെ എത്തി? നല്ല ഉറക്കത്തിലായിരുന്നു. ഞാൻ എന്തൊക്കെയോ ശബ്ദം കേട്ട് എണീറ്റ് വന്നപ്പോൾ എൻ്റെ റൂം ആരോ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. എന്തോ പന്തിയേട് തോന്നി ഞാൻ ഏട്ടന് കുറേ നേരം അടിച്ചു, പക്ഷെ ഫോൺ എടുത്തില്ല. ഒരിക്കലും തളർന്നു കാണാത്ത ചക്കിയുടെ മൊത്തം കാര്യമായ പതർച്ചയും പേടിയും ഉണ്ടായിരുന്നു. ആദ്യമേ ഉത്സവത്തിന് ഇങ്ങോട്ട് വരാൻ അവരെല്ലാവരും പ്ലാൻ ചെയ്തിരുന്നു. അവിടെ ബാംഗ്ലൂരിൽ എല്ലാവർക്കും നല്ല ജോലിയൊക്കെ ഉണ്ടെങ്കിലും അനസിനും ക്യാദറിനും ഫോട്ടോഗ്രാഫിൽ വലിയ താല്പര്യമായിരുന്നു. ബാംഗ്ലൂരിൽ നടന്നൊരു ഇവന്റിന്റെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ക്യാദറിൻ ഫോൺ അനസിന്റെ ഫോണായിട്ട് കണക്ട് ചെയ്തിരുന്നു. ആ ഫോട്ടോസിന്റെ കൂടെ എന്റെയും ദേവിയുടെയും ചില ഫോട്ടോസും മെസ്സേജുകളൊക്കെ അവന് കിട്ടി. ആദ്യം ചില ഡൗട്ടുകൾ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അപ്രതീക്ഷിതമായിട്ട് അവിടെ ഒരു ഫോൺ കോൾ കൂടി കണ്ടപ്പോഴാണ് അനസിക്കാർ എന്നോട് പറഞ്ഞു, എന്തായാലും ഉത്സവത്തിന് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ലെന്ന് ഞാനും പറഞ്ഞു. അവൾക്ക് ബന്ധങ്ങളെല്ലാം വെറും നേരം പോക്കളായിരുന്നു. മടുക്കോൾ എന്നൊരു മനസ്സ്, അത് കഴിഞ്ഞാൽ വേറെ പുതിയത്, അങ്ങനെ അതിലേക്ക് എന്നെ നിരവധി തവണ ക്ഷണിച്ചിട്ടുണ്ട്. അതൊന്നും എനിക്കറിയില്ലായിരുന്നു. അതിനേക്കാണ് നിങ്ങൾ ദേവയെ വിവാഹം കഴിച്ചതെന്ന്. ബന്ധങ്ങളുടെയും കുടുംബത്തിൻ്റെയും വിലയും ഭംഗി അവൾക്ക് കാണിച്ചു കൊടുക്കുക, അവളുടെ ചിന്താഗതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുക എന്നൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു അവളെ ഇങ്ങോട്ട് ക്ഷണിക്കുമ്പോൾ. പക്ഷേ മറിഞ്ഞിരുന്ന അവളൊരു അവസരം തേടുകയായിരുന്നു. ഇന്ന് ഉത്സവപ്പറമ്പിലുണ്ടായിരുന്നു ആ വന്നവരൊക്കെ. ഇവർ വീട്ടിലേക്ക് വന്നപ്പോൾ അവളും പിന്നാലെ കൂടി. അപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു. പിന്നെ എബിക്കും ജനിക്കും ആർക്കും ഒന്നും അറിയില്ലായിരുന്നു. അനസ് അന്നത്തെ അവൻ്റെ സംശയങ്ങൾ മാത്രം എന്നെ അറിയിച്ച് അബിയൊന്ന് പറഞ്ഞു നിർത്തി. കേട്ട് നിന്നവരിലെല്ലാം തികച്ചും മൗനം മാത്രം. ജനിയും എല്ലാം കേട്ട് പകച്ചിട്ടുണ്ട്. മോനെ, എനിക്ക് വല്ലാതെ പേടിയാകുന്നു. എൻ്റെ കുഞ്ഞ് പാവം, ജീവിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ പോലും എന്നെ ഇങ്ങനെ സ്നേഹിക്കില്ലെന്ന് എപ്പോഴും പറയും. ഇനി അച്ഛമ്മ എന്നെ കൊണ്ടുപോകാമെന്ന എന്നെ പറഞ്ഞു വിട്ടിരുന്ന ഇടയ്ക്കിടെ പറയായിരുന്നു. എന്തുണ്ടെങ്കിലും ആദ്യം അച്ഛനോട് വന്നാൽ പറയുക, നിന്റെ അമ്മ തിരികെ വന്നാൽ ഈ സ്നേഹമൊന്നും എന്നോട് ഉണ്ടാവില്ലെന്ന് ഞാൻ പറയുമ്പോൾ ഇനി തിരികെ വരേണ്ട, എനിക്ക് ഈ അമ്മയെ മതി എന്ന് പറയേണ്ട കുട്ടി. അത്രമേൽ സ്നേഹിക്കുന്നുണ്ടാവും ഞങ്ങളെ. അമ്മ അടുത്തിരിക്കുന്ന അച്ഛൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ഇല്ലമ്മേ, ഞാനുള്ളിടത്തോളം കാലം അവളിവിടെ ഉണ്ടാവും. അവനും അമ്മയെ ചേർത്ത് പിടിച്ചു. ഇനി നിങ്ങൾ അമ്പലത്തിലേക്ക് തിരിച്ചോളൂ. മുത്തശ്ശി അവിടെ ഇല്ലേ? ഞാൻ ദയവായിട്ട് വന്നേക്കാം. നിങ്ങളും പോയിക്കോ, ഷൂട്ട് മുടക്കണ്ട. നെക്സ്റ്റ് ഈവനിങ്ങിൽ സബ്മിറ്റ് ചെയ്യാനുള്ളതല്ലേ. ചക്കി, നീ ചെല്ലിവരുടെ കൂടെ. അവനെ എല്ലാവരെയും തിരിച്ച് അങ്ങോട്ട് തന്നെ പറഞ്ഞയച്ചു. അങ്ങനെ ആ വർഷത്തെ ഉത്സവകാലം കൂടി ഭംഗിയായി അവസാനിച്ചു. അബിയേട്ട എന്നും വിളിച്ച് ദേവയുടെ പ്രണയം പൂത്ത് വിടർന്നു. നേരം വെളുത്താൽ അച്ഛൻ്റെ കൂടെ ഓരോന്നും പറഞ്ഞ് കാണയിൽ പണി ചെയ്യുന്നവളെ കാണുമ്പോൾ ഇവർക്ക് ഇത്രമാത്രം പറയാൻ എന്താണെന്ന് അബി ചിന്തിക്കും. ചില വൈകുന്നേരങ്ങളിൽ അമ്മയും അവളുടെ ചക്കിയും പിന്നെ മുത്തശ്ശിയും കൂടി മുഖത്ത് ഫേസ് പാക്കൊക്കെ ഇട്ടിരിക്കുന്ന കാണാം. മുത്തശ്ശി ഇവറ്റകളുടെ കൂടെ കൂടി മോഡേണായെന്ന് ചിലപ്പോൾ സംശയിച്ചു പോകും. കണ്ട പുട്ടിയും പെയിനും വാരിത്തേച്ച് മുഖവും മുടിയും കേടുവരുത്തിയാൽ ഒന്നു മോളെ, യാബിയുടെ സ്വഭാവം നീ അറിയും എന്ന് ഇടയ്ക്കൊക്കെ തക്കം കിട്ടുമ്പോൾ ദേവയെ ഭീഷണിപ്പെടുത്താറുണ്ട്. അതിനവൾ കുറുമ്പോടെ മുഖം വീർപ്പിക്കുമ്പോൾ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് എനിക്ക് മംഗലത്തെ തറവാടിലെ ദേവനന്ദ എന്ന തമ്പുരാട്ടിക്കുട്ടിയാണ് ഇഷ്ടമെന്ന് അവൻ പറയും. ഇന്നവൾ ഡിഗ്രിയും PGയും കഴിഞ്ഞ് അവൻ്റെ കമ്പനിയിൽ തന്നെ അവൻ്റെ അതേ പൊസിഷനിൽ ജോലി ചെയ്യുന്നു. ചക്കിയാണെങ്കിൽ അനസുമായി അടിപിടി കൂടി സൗഹൃദത്തിൽ തുടങ്ങി ഇപ്പോഴത് മാരേജിൽ അവസാനിക്കാൻ പോവുകയാണ്. ഇനിയും അവിടെ വിശേഷങ്ങൾ ഏറെയാണ്. അതെ, പരസ്പര പ്രണയത്തോടെ അഭിജിത്തിൻ്റെയും ദേവനന്ദയുടെയും ജീവിതവും വിശാലമാവുകയാണ്. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക.